Ritu, come on. ഹലോ നമസ്കാരം. ഇന്ന് ഒരു വിശേഷപ്പെട്ട വീഡിയോ ആണ്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇതുവരെ ഇത്തരത്തിൽപ്പെട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെയുള്ള മാതിരി. ഇന്നലെ എൻ്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ അമ്മയായിട്ട് ഇന്നലത്തേക്ക് 14 വർഷമാവുകയാണ്. എൻ്റെ മോളുടെ 14th ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നലത്തെ കുറേ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ബർത്ത്ഡേക്കാരിയുടെ ഫേവറേറ്റ് കൊഞ്ച് തീയലായിരുന്നു ഇന്നലെ അവൾക്ക് ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കിയത്. അതാണത്. പിന്നെ രാവിലെ അവലാണ് കൊടുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട്. അവൾ രാവിലത്തെ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് കഞ്ഞി, സാലഡ്, അതുപോലെ തന്നെ അവൽ അല്ലെങ്കിൽ ദോശ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് രാവിലെ കൊടുക്കാറുള്ളത്. അങ്ങനെ അവളെ വിട്ടു. എന്നിട്ട് ഞാൻ എൻ്റെ ജോലിയിലേക്ക് കടന്നു. ഇന്നലെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പ്ലാനില്ല. ആരെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവളുടെ വൺ ആൻഡ് ഓൺലി ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെയുള്ള മിയ മാത്രമേ ഉള്ളൂ നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട്. പിന്നെ എൻ്റെ നീസ് സ്വാതി, അവൾ ഇപ്പം കുറച്ച് സമയമായിട്ട് കൊച്ചിയിലുണ്ട്. അപ്പോൾ അവളും ഉണ്ടാവും. അപ്പം അവൾ ഹോസ്റ്റലിലാണ് യൂഷ്വലി സ്റ്റേ ചെയ്യാറുള്ളത്. അപ്പം വൈകിട്ടത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമായിട്ടോ പറഞ്ഞ് അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ ഫ്രഞ്ച് ഓപ്പറയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഫ്രഞ്ച് ഓപ്പറയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോവാണ്. അതിനുവേണ്ടി സ്വാതി എല്ലായിടത്തുനിന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. ഞാനൊരു ബിസി മദറാണല്ലോ, അതുകൊണ്ട് എനിക്കതിനൊക്കെയൊന്നും സമയം കിട്ടിയില്ല. മിയാണ് കേട്ടോ ഇത്. ഋതു, come on. First make a wish, blow the candle. Hey, wish. Mango is coming out. Nella detail wish it. Wish it. Happy birthday To you. Happy birthday To you. To you. to me. Dear Ritu. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഡിന്നറിന് ഞങ്ങൾ സ്റ്റോറി ബോക്സ് കഫേയിലാണ് പോയത്. ഇവിടെ കാക്കനാട് തന്നെ. കുഴപ്പമില്ല, ഫുഡൊക്കെ കഴിച്ചു. നല്ല ആംബിയൻസ് ആയിരുന്നു. ഇവർ രണ്ടുപേരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അവിടുന്ന് ഇറങ്ങി നേരെ പെനീല കയറിയത്. അവിടുന്ന് കുറേ ഐസ് ക്യാൻഡി വാങ്ങിച്ചു. ഒരു ബോക്സാണ് നമ്മുടെ കണക്ക്. അവിടുന്ന് റോസിനെയും ഫാമിലീനെയും കണ്ടു കേട്ടോ. റോസ് ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് വെക്കേഷന് വന്നിട്ടുണ്ട്. അങ്ങനെ അവരെ കാണാൻ പറ്റി. തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഇന്നലത്തെ ഒരു ദിവസം കടന്നുപോയി.